ഹേ ഗൈസ്, സാൻ ഹിയർ. സോ ഇത് നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള മാർവൽ ലെജൻസിൻ്റെ എക്സ്മെൻ ലൈവ് ആക്ഷൻ സീരീസിൽ വരുന്ന ഫിഗറീൻസ് ആണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഏതാണ്ട് ഒരു 4 കൊല്ലത്തോളമായി. ലാസ്റ്റ് മാർവൽ ലെജൻസ് ഇന്ത്യയിൽ ഇമ്പോർട്ടിങ് നിർത്തുന്നതിന് മുമ്പ് വന്ന ഒരു സെറ്റ് ഓഫ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഫിഗേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ ലാസ്റ്റ് കളക്ട് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ഫിഗറീൻസിൽ കുറച്ചാണിത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫിഗർ മാർവൽ ലെജൻസിന്റെ കേബിൾ, നതാനിയൽ സമ്മർ അഥവാ കേബിൾ. ഇത് ശരിക്കും ഡെഡ്പൂളിൻ്റെ ആ ഒരു മൂവി ഫിഗർ ആയതുകൊണ്ട് തന്നെ ഡെഡ്പൂളിൻ്റെ ഒരു തീമിലാണ് ഇത് വന്നേക്കുന്നത്. ഈ സീരീസിലെ മറ്റ് ഫിഗറീൻസിൽ ഉണ്ടായിരുന്ന എക്സ്മെൻ്റെ ലോഗോ മാറ്റിയിട്ട് അതിന് പകരം ഡെഡ്പൂളിൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ കേബിളിനെ കാണാം. ഇവിടെ കേബിളിൻ്റെ ഒരു ആർട്ട് വരുന്നുണ്ട്. ബാക്കിലും സെയിം ആർട്ടാണ് വരുന്നത്, സൈഡിലും സെയിം ആർട്ട്. ഇവിടെ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അലമ്പാക്കി വെച്ചേക്കാം. എനിവേയ്സ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. മുകളിലും ഇവിടെ ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, എക്സ്മെൻ്റെ ഇത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഡെഡ്പൂളിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. ഇതാണ് നമ്മുടെ കേബിൾ ഫിഗറീൻ. ഇതിൻ്റെ കൂട്ടത്തിലും ഈ പറഞ്ഞ പോലെ എഴുത്തൂത്ത് കാര്യങ്ങളുണ്ട്. ഇതിന് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നത്, മറ്റേത് യെല്ലോ ആയിരുന്നു. യെല്ലോ ആൻഡ് സിൽവർ ആയിരുന്നു മറ്റേ ഒറിജിനൽ കളർ തീം. ഇതിൽ ജോഷ് ബ്രോളിൻ്റെ ആ ഒരു ലൈക്നെസ് നമുക്ക് കറക്റ്റ് ഇതിൽ കാണാനായിട്ട് പറ്റും. ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും നേരിട്ട് കാണുമ്പോൾ ജോഷ് ബ്രോളിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു 5 o'clock ഷാഡോയിൽ ബയോണിക് ഹാൻഡ്സ്. ഈ കേപ്പ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. സോ കേപ്പില്ലാതെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. പക്ഷെ കഴുത്തിനിപ്പോൾ കുറച്ച് നീട്ടം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. കേപ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇതിൽ മറ്റേ പുള്ളിയുടെ കൂടെ മോളുടെ ആ ടെഡി, ഡെഡ്പൂൾ 2 നിങ്ങൾക്ക് കണ്ട ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, ആ ഒരു ടെഡി ബെയർ ഇതിലുണ്ട്. വെസ്റ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലും ഈ പറഞ്ഞ പോലെ കഴുത്തിലൊക്കെ ഡീറ്റെയിലിങ് കറക്റ്റായിട്ടുണ്ട്. തോക്കെടുത്ത് നോക്കാം. ഈ സാധനം ഇതിൻ്റെ അടിയിൽ പിടിപ്പിക്കണമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യാം, എന്നിട്ടത് ആളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കേബിൾ. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഫിഗർ മാർവൽ ലെജൻസിന്റെ മിസ്റ്റീക്. സോ 2020 ഈ ഒരു ഫിഗർ റിലീസായത്, ഈ സെറ്റ് ഓഫ് ഫിഗേഴ്സ്. ഇതിൽ പുതിയൊരു പാക്കേജിങ് ഡിസൈൻ തന്നെയായിരുന്നു, കാരണം അതേപോലെ എക്സ്മെൻ്റെ ഫിഗറീൻസൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മിസ്റ്റീക്കിൻ്റെ ആ ഒരു പടം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബാക്കിൽ സെയിം ഒരു ആർട്ടാണ് വരുന്നത്. ഈ സൈഡിലും സെയിം ആർട്ട്, മാർവൽ മിസ്റ്റീക്ക് ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുറന്നിരിക്കുകയാണ്. ഓക്കേ, ഇതാണ് അപ്പോൾ നമ്മുടെ മിസ്റ്റീക്ക് ഫിഗർ. അതിൻ്റെ താഴെ പറഞ്ഞ പോലെ എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആവശ്യമില്ല. യെല്ലോടെ അടുത്ത് നല്ല കോൺട്രാസ്റ്റ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫേസ് കട്ടൊക്കെ കണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ആക്ട്രസിൻ്റെ കറക്റ്റ് ഫേസ് അതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ട്രാൻസ്ഫോർമേഷൻ ഒരു കൈ വരുന്നുണ്ട്, അതായത് ഫുള്ള് ആയിട്ടല്ല ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് വലിച്ചൂരിക്കഴിഞ്ഞാൽ ഇതിന് പകരം നമ്മൾ ഇത് കയറ്റിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനുള്ള മിസ്റ്റേക്കിന് നമുക്ക് കിട്ടും. ഉള്ളല്ലേ, വെറൈറ്റി ആണല്ലേ. നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫിഗർ മാർവൽ ലെജൻസിന്റെ ആമസോൺ എക്സ്ക്ലൂസീവ് വോൾവറിൻ. ഈ ഒരു ഫിഗറീൻ എന്ന് പറയുന്നത് ആമസോൺ എക്സ്ക്ലൂസീവ് ആണ്, അതായത് ആമസോണിൽ മാത്രമേ ഇത് വാങ്ങിക്കാൻ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഇവർ ഇതിൻ്റെ പബ്ലിഷിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇപ്പോൾ ഇത് ലോക്കൽ സ്റ്റോർസിലും അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ സൈഡിൽ ബനിയനിട്ട വോൾവറിൻ്റെ പോസാണ് നമുക്ക് കാണാം. ബാക്കിലും സെയിം പോസാണ്, പക്ഷേ അതിന് മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു. സൈഡിൽ അഗെയിൻ സെയിം പോസ്. മുകളിൽ ഇവിടെ മാർവൽ ലെജൻസ് എക്സ്മെൻ. സോ ഇതാണ് നമ്മുടെ വോൾവറിൻ. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോ ഇത് ബോൺ ക്ലോ ആണ്, അതായത് ഒറിജിൻസിലെ
ഒറിജിൻസ് വോൾവറിനിലെ ആ ഒരു കൈയാണിത്. ഇതിൻ്റെ കൂടെ തന്നെ മെറ്റൽ ക്രോസുള്ള കൈയും വരുന്നുണ്ട്. പ്ലസ് X-Men ഫസ്റ്റ് അതേപോലെ തന്നെ X2 സിനിമയിൽ ഉണ്ടായിരുന്ന ആ ഒരു മുടിയാണ്. ഹ്യൂഗ് ജാക്ക്മാൻ്റെ ചായയൊക്കെ കറക്റ്റാണ്. ഇതിൽ ലൈറ്റ് വരുന്നതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് നേരിട്ട് കാണാൻ നല്ല ആക്യുറസിയാണ്. അതേപോലെ തന്നെ ഈ ആംഗ്രി തലയും നമുക്കുണ്ട്. അത്യാവശ്യം നല്ല ആക്യുറസിയോട് കൂടി വന്ന ഫേസ് കട്ടൊക്കെയാണ് ഇതിലുള്ളത്. ഇതുകൂടാതെ ഒരു വോൾവറിനോട് എൻ്റെ കയ്യിലുണ്ട്, നമുക്കും അതൊന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫിഗർ മാർവൽ ലെജൻസിൻ്റെ ഡൊമിനോ. അതായത് ഡെഡ്പൂൾ 2-ൽ നമ്മൾ കണ്ട ആ ഒരു ക്യാരക്ടർ, സാസി ബീറ്റ്സ് ചെയ്ത ക്യാരക്ടർ. ലക്കാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ സൂപ്പർ പവർ. ലക്ക് ആസ് ഇൻ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി മാനിപ്പുലേഷൻ. അതായത് തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ക്യാരക്ടറിന്, അതാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ മ്യൂട്ടേഷൻ. എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം, പക്ഷേ അതാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ മ്യൂട്ടേഷൻ. സോ നമുക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസി ബീറ്റ്സിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ആർട്ട് ഇവിടെ ഉണ്ട്. ബാക്കിൽ അത് കവേഡാണ്. ഇവരെന്തുകൊണ്ടാണ് ഇത് ഒട്ടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് അടിയിലും ഇട്ടൊട്ടിച്ചാൽ പോരേ, ഒരു ആവശ്യമില്ലല്ലോ. ഈ സൈഡിലും അത് തന്നെയാണ്. മുകളിൽ എഗെയിൻ ഡെഡ്പൂളിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഡെഡ്പൂളിൻ്റെ സ്റ്റിക്കറും കേബിളിൻ്റെയിൽ വന്ന ഡെഡ്പൂളിൻ്റെ സ്റ്റിക്കറും വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതും ഫ്രണ്ടിലെ ഡെഡ്പൂളിൻ്റെ കവർ ചെയ്തേക്കുന്ന സ്റ്റിക്കറിന് വ്യത്യാസമുണ്ട്. സോ കസ്റ്റം ഡിസൈനിങ് തന്നെയാണ്. ഓക്കെ, അത്യാവശ്യം ഈ സീരീസിൽ അത്യാവശ്യം ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ഗൺ, 2 സബ് മെഷീൻ ഗൺ, അതേപോലെ ഒരു പിസ്റ്റൾ ഒരുമാതിരി ചാത്തൻ പിസ്റ്റളാണ്, ശരിക്കുള്ള പിസ്റ്റളിൻ്റെ ലുക്കല്ല. 2 കൈ, ഒരു ഫേസ് എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡൊമിനോയെ പുറത്തെടുത്തിട്ടുണ്ട്. സസി ബീറ്റ്സിൻ്റെ ആ ഒരു ഫേസ് ഏകദേശം ഇതിൽ വന്നിട്ടുണ്ട്. മറ്റേതിൻ്റെ ആക്യുറസി വെച്ച് നോക്കുമ്പോൾ അത്ര കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മുടിയും എനിക്ക് തോന്നുന്നു കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോരുന്ന ടൈപ്പ്. അപ്പോൾ ആ കറക്റ്റ് ഒരു മുടിയുടെ ഒരു ഫീല് കിട്ടും. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് പോലെയാണ്. ഇതിലൊരു കോമിക്സിൽ ശരിക്കും ഈ ഡൊമിനോയുടെ സ്കിൻ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തൊലി വെളുപ്പല്ല, ഈ കളറിൻ്റെ കാണുന്ന ആ വൈറ്റ് വന്നിട്ട് ഈ പാച്ച് വരുന്നത് ബ്ലാക്കിലാണ്. ഇതിൻ്റെ നമുക്ക് ഗൺ 2 ഉണ്ട്. 2 ഗണ്ണിലും ഗണ്ണായിട്ടുണ്ട്. ഡെഡ്പൂൾ 3-ൽ ഈ ക്യാരക്ടർ വന്നിട്ടില്ല. മേ ബി വേറെ വല്ല പടമൊക്കെ ആയിട്ട് ബിസി ആയിട്ടായിരിക്കും. ഇത് കൂടാതെ ഒരു ഹെഡും കൂടിയുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതിനൊരു ചെറിയ ചിരി എക്സ്ട്രാ, ആ ഒരു ചെറിയ ചിരിയുടെ ഫീൽ ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് സീരിയസ് ലുക്കാണ്. സോ ഇതാണ് നമ്മുടെ മാർവൽ ഡൊമിനോ ഫിഗർ. ലാസ്റ്റ് ഫിഗർ അൺബോക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ 2 ഔട്ട് ഓഫ് ബോക്സ് ഫിഗേഴ്സ് കൂടി ഉണ്ട്. അതിൽ ഫസ്റ്റ് നെഗാസോണിക് ടീനേജ് വാർഹെഡിൻ്റെ, അതായത് ഡെഡ്പൂൾ 2-ലെ ഫിഗറും, അതേപോലെ തന്നെ ടോയ് ബിസിൻ്റെ കാലത്ത് ഇറങ്ങിയ, അതായത് മാർവൽ ലെജൻസിന് മുൻപുണ്ടായിരുന്ന സീരീസിൽ ഇറങ്ങിയ പ്രൊഫസർ എക്സിൻ്റെ ഫിഗറിനുമാണ് ഉള്ളത്. നെഗാസോണിക് ടീനേജ് വാർഹെഡ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഡെഡ്പൂളിൻ്റെ മറ്റേ സീരീസിൻ്റെ കൂടെ ഡെഡ്പൂൾ 2 പാക്കിൽ വന്നതാണ്. പക്ഷേ 2 പാക്ക് എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് വേറെ ഒരു കളക്ടറുടെ കയ്യിൽ നിന്ന്, ആക്ഷൻ ഫിഗറിങ് കളക്ടറുടെ കയ്യിൽ നിന്ന്, പുള്ളിക്ക് ഡെഡ്പൂൾ മാത്രം മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിനെ അവർ രണ്ടാമത് കൊണ്ടുവരാൻ സാധ്യതയില്ല. പക്ഷേ ഡെഡ്പൂൾ വീണ്ടും അവർ പുതിയ ഫിഗറീൻസൊക്കെ ഇറക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. സോ ഇത് ഞാൻ വാങ്ങിച്ചു ആ ടൈമിൽ. ഇത് ശരിക്കും ഇതിന് 2500 സംതിങ് എങ്ങാണ്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം ഇത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഗറാണ്, അതായത് പുറത്തുനിന്ന് എങ്ങനെ എത്തിച്ച ഫിഗറാണ്. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ തീയുടെ സാധനവും കയ്യിലും കാലിലും ഒക്കെ ഫിറ്റ് ചെയ്യാൻ പാകത്തിന് കുറച്ച് എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. പ്ലസ് അതുകൂടാതെ ഒരു ഫിസ്റ്റ്, അതായത് 2 ഫിസ്റ്റ് 2 ഓപ്പൺ ഹാൻഡ്സ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആ ക്യാരക്ടറിൻ്റെ ചെവിയിലെ കമ്മലൊക്കെ കണ്ടോ? ശരിക്കും ആ ക്യാരക്ടറിൻ്റെ ചായ ഉണ്ട്, അതായത് ആ ഒരു ആക്ട്രസിൻ്റെ ചായ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ യുക്കിയോയും കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അപ്പോൾ ഇത് പ്രൊഫസർ എക്സിൻ്റെ ഈ ഒരു ഫിഗറീൻ എന്ന് പറയുന്നത് വളരെ പഴയൊരു ഫിഗറീനാണ്. അതായത് ടോയ് ബിസ് എന്ന് പറയുന്നത് മാർവൽ ലെജൻസ് ഹാസ്ബ്രോ ഏറ്റെടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഫിഗറീൻസാണ്. ശരിക്കും ടോയ് ബിസ് മാർവലിൻ്റെ ഒരു ഓണറാണ്, അല്ലെങ്കിൽ പാർട്ട്ണറാണെന്ന് പറയാം. ആ സമയത്ത് ടോയ്സിൻ്റെ സെയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും മാർവലിന് ടോയ് ബിസിൻ്റെ 46% എങ്ങാണ്ടോ ഷെയർസ് ഉണ്ടായിരുന്നു. പിന്നെ മാർവൽ ബാങ്ക്രപ്സിയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാക്കി ഷെയർ കൂടെ ടോയ് ബിസ് വാങ്ങി എന്നാണ്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ
ടോയ് ബിസ് ആ ടൈമിൽ ഇറക്കിയതാണ്. എന്നിട്ടും ഈ ക്വാളിറ്റി നോക്കണം. അതായത് ശരിക്കും ആ ഫേസിൽ ആ സമയത്ത് ഇത്രയും ഫേസ് ആക്യുറസിയിൽ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ മൂക്കിൽ വലിയ തുളയൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ പാട്രിക് സ്റ്റുവർട്ടിൻ്റെ ആ ഒരു ചെറിയ ചായയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ബാക്കി കാണുന്ന ഫിഗറേഴ്സ് ഇറങ്ങിയതിനേക്കാളും ഒരു 8-10 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണിത്. കാലൊക്കെ എന്ന് പറഞ്ഞാൽ ശോഷിച്ച കാലാണ്. പക്ഷേ പ്രൊഫസർ എക്സ് ആയതുകൊണ്ട് ശോഷിച്ച കാല് കുഴപ്പമില്ല. ഇതിൽ പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫസർ എക്സിൻ്റെ ചെയറാണ്. പക്ഷേ ഗിമിക്കൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല, ഒക്കെ ഡാമേജ് ആയി. ഞാനിത് വേറൊരു കളക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് 2000 സംതിങ് എങ്ങാണ്ട് ഇതിന് കൊടുക്കേണ്ടി വന്നു. പക്ഷേ സ്റ്റിൽ വർത്താണ്, കാരണം ഇതൊരു റെയർ ഫിഗറീനാണ്. അതേപോലെ അതിനുശേഷം പ്രൊഫസർ എക്സിൻ്റെയും മാഗ്നറ്റോയുടെയും ഫിഗർ വന്നിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോലും ഇത്ര നല്ല കസേരയില്ല. അതിന് സാധാ വീൽ ചെയറാണ് കൊടുത്തിരുന്നത്. ഇത് പ്രോപ്പർ മൂവിയിലെ പ്രൊഫസർ എക്സിൻ്റെ ആ ഒരു ചെയറാണ്. അതേപോലെ തന്നെ സെറിബ്രോയുടെ ആ ഒരു കറക്റ്റ് ഹെൽമെറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ വൺ ഓഫ് ദി റെയറസ്റ്റ് ഫിഗർ ഇൻ മൈ കളക്ഷൻ, ഓൾഡ് ആയതുകൊണ്ട് തന്നെ. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ സീരീസിലെ ലാസ്റ്റ് ഫിഗർ മാർവൽ ലെജൻസിന്റെ വോൾവറിൻ. ഈ സീരീസിൽ നമ്മൾ ലാസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫിഗറീനാണിത്. അതുമാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ഫിഗറീൻ ഈ സീരീസിലെ വോൾവറിൻ്റെ ആ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുള്ള വെർഷൻ. ഓൾമോസ്റ്റ് ഇതിൻ്റെ സെയിം ആണ് നമ്മൾ നേരത്തെ മുന്നേ ഓപ്പൺ ചെയ്ത ആ ഒരു എന്താ പറയുക ബനിയൻ ഇട്ടിട്ടുള്ള ആമസോൺ എക്സ്ക്ലൂസീവ്. ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആസ് ഇൻ ലൈക്ക് ബോട്ടം സെയിം ആണ്, രണ്ടിൻ്റെയും കാല് സെയിം ആണ്, ക്ലോ വരുന്നത് രണ്ടും സെയിം ആണ്. ഇതിൽ ക്ലോ ഇല്ല, ഫിസ്റ്റഡ് ഹാൻഡാണ് ഈ ഒരു ഇത് വരുന്നത്. പക്ഷേ മറ്റേ മുന്നേ നമ്മൾ കണ്ടത് എക്സ്മെൻ ഫസ്റ്റ് അല്ലെങ്കിൽ എക്സ്മെൻ X2 ആ ഒരു ഹെയർ സ്റ്റൈലാണ്. ഇതിൽ വരുന്നത് എക്സ്മെൻ ഒറിജിൻസിലെ ഹെയർ സ്റ്റൈലും ആ ലുക്കുമാണ്. അതായത് അതിലുള്ള ആ ഒരു ജാക്കറ്റ്, ഇന്നർ ഷർട്ട്, ഞാനിട്ടേക്കുന്ന ഷർട്ട് ഇതേപോലത്തെ കോസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ഷർട്ട് നോക്കി വാങ്ങിച്ചതാണ്. ഇതുകൂടാതെ മറ്റതുപോലെ തന്നെ ഒരു ശാന്തനായിട്ടുള്ള ഹെഡ് ഉണ്ട്, സെയിം ഇത് തന്നെ. പക്ഷേ ഹെയർ സ്കൾപ്റ്റ് ഒക്കെ സെയിം ആണ്. മറ്റേത് ഫേസ് ശാന്തനായത്, മറ്റേ ഇതിലുള്ള പോലെ തന്നെ കാമായിട്ടുള്ള ഫേസ്. 2 ഫിസ്റ്റാണ് വരുന്നത്. സോ ആക്സസറീസ് എനിക്ക് തോന്നുന്നു മറ്റേതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ വെപ്പൺ ഹാൻഡ്സും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബോൺ ആയിട്ടുള്ള ക്ലോസും ഉണ്ട്. ഇത് ശരിക്കും ബൈക്കിൻ്റെ കൂടെയാണെങ്കിൽ അടിപൊളിയാകും സാധനം. ബൈക്ക് കൂടെ കാണുന്നുണ്ടായിരുന്നല്ലോ, സൈസ് കറക്റ്റ് ആകുന്നില്ല. ഇത് ഒരു പൊടിക്കൂടെ വലിയ സ്കെയിലാണ്, 1:32 ആണെന്ന് തന്നെ തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു പൊടിക്ക് ഈ ഒരു ക്യാരക്ടർ വലുതാണ്. മേ ബി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ആയിരിക്കും. എനിവേ, ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫിഗറീൻ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ഡെഡ്പൂളിൻ്റെ ഫിഗറീൻ ഇല്ല. നെഗാസോണിക് ടീനേജ് വാർഹെഡിൻ്റെ കൂടെ ഒരു 2-packലാണ് ഒരു ഫസ്റ്റ് മൂവി ഡെഡ്പൂളിനെ ഇറക്കിയത്. പക്ഷേ അത് നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നില്ല. അതിനുശേഷം ആമസോൺ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ഡെഡ്പൂളിൻ്റെ ലാസ്റ്റ്, അതായത് ക്ലൈമാക്സ് സീനിലുള്ള കരിഞ്ഞ ഡെഡ്പൂളിൻ്റെ ഫിഗർ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്തിടയ്ക്കായിട്ട് ആ ഫസ്റ്റ് ഇറക്കിയ 2-packൽ ഇറക്കിയ ഫിഗറീൻ്റെ തന്നെ ഒരു സിംഗിൾ വെർഷനായിട്ട്, സിംഗിൾ പാക്കായിട്ട് ഒരു റീപ്രൊഡക്ഷൻ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമയുടെ പാർട്ടായിട്ട് പുതിയ മൂവിയിലെ ഡെഡ്പൂളിൻ്റെ സ്യൂട്ടും അതേപോലെ തന്നെ വോൾവറിൻ്റെ യെല്ലോ സ്യൂട്ടും, ഇത് കൂടാതെ വോൾവറിൻ്റെ ഒരു കാഷ്വൽ ഡ്രസ്സിലുള്ള ഒരു സ്യൂട്ടും, അതിൻ്റെ കൂടെ ഹെഡ്പൂളും വരുന്നുണ്ട്. ഇത്രയും പുതിയ ഫിഗേഴ്സ് ഇവർ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു ഡീലക്സ് ഫിഗറീനായിട്ട് കൊളോസസിൻ്റെ ഫിഗറീനും ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിഗറും ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. സോ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ കൊണ്ടുവരുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ അൺബോക്സിംഗ് വീഡിയോസ് വേണോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.